കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നടൻ ബാലയുടെ ഭാര്യയും മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ. ബാലയ്ക്കൊപ്പം 2.5 വർഷത്തോളം ദാമ്പത്യ ജീവിതം നയിച്ചാണ് എലിസബത്ത്. ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം 10 വർഷത്തോളം ബാലയുടേത് ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. ശേഷം എലിസബത്തുമായി പരിചയപ്പെട്ട് ഇരുവരും പ്രണയത്തിലായി. 8 മാസത്തോളം പ്രണയിച്ച ശേഷമായിരുന്നു നാടകഞ്ഞുള്ള വിവാഹം. എന്നാൽ പ്രണയിച്ച് നടന്ന സമയത്ത് കണ്ട ബാലയല്ല വിവാഹശേഷം എലിസബത്ത് കണ്ടത്. ഒരു സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ വിവരിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു ക്രൂരമായ മാനസിക, ശാരീരിക പീഡനങ്ങൾ എന്ന് എലിസബത്ത് അനുഭവിച്ചു. 3 ദിവസം ടാപ്പ് വെള്ളം കുടിച്ച് ബാലയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അനുഭവം വരെ എലിസബത്ത് വെളിപ്പെടുത്തി. ബാലയുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതായപ്പോഴാണ് എലിസബത്ത് സ്വന്തം വീട്ടിലേക്ക് തിരികെ പോന്നത്. ഗുജറാത്തിൽ ഉപരിപഠനം ചെയ്യുന്ന എലിസബത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. മാസങ്ങളായി നീതിക്ക് വേണ്ടി താൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സമീപിച്ച് പരാതി കൊടുത്തുവെന്നും എന്നാൽ തനിക്കെതിരെ പുതിയ കൗണ്ടർ കേസുകൾ ഉണ്ടായതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ലെന്നാണ് എലിസബത്ത് പറയുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എലിസബത്ത് തൻ്റെ അവസ്ഥ കണ്ടിട്ടില്ലെങ്കിലും നിയമം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആശുപത്രി കിടക്കയിൽ നിന്ന് താൻ അനുഭവിച്ച ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞ് എലിസബത്ത് വീഡിയോ പങ്കുവയ്ക്കുന്നത്. നീര് വന്ന് വീർത്ത കയ്യിൽ ഫോൺ പിടിച്ചാണ് താൻ വീഡിയോ ചെയ്യുന്നതെന്നും ബാലയെ ഭയമുള്ളതിനാൽ വീട്ടുകാർ പോലും തന്നെ വീഡിയോ എടുക്കാൻ സഹായിക്കാറില്ലെന്നും എലിസബത്ത് പറയുന്നു. നിയമവിലക്കുള്ളതിനാൽ നടൻ്റെ പേര് എലിസബത്ത് എവിടെയും പരാമർശിച്ചിട്ടില്ല. വീഡിയോ മോശമായ അവസ്ഥയിലാകാൻ കാരണം കയ്യിൽ നീരുള്ളത് കാരണം ഒരു കയ്യിൽ ഐസ് പാക്കിങ് മറ്റേ കയ്യിൽ കനലുമാണ്. വീട്ടുകാർ വീഡിയോ എടുത്ത് തരികില്ല. അവർക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നതിൽ. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അയാൾ എന്നെ പീഡിപ്പിച്ചതും മറ്റുള്ള ആളുകളെ വെച്ച് എന്നെ പീഡിപ്പിച്ചതും കല്യാണ തട്ടിപ്പ് നടത്തിയതെന്നൊക്കെയാണ് തെളിവുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ മോൺസൺ മാവുങ്കൽ പല സെലിബ്രിറ്റികൾക്കും പരിചയപ്പെടുത്തിയിട്ടുള്ള ആൾ വേറെ പല ഡീലിംഗ് ഉള്ള ആളാണ് മൈനർ. മേജർ പെൺകുട്ടികളെ വെച്ച് പല പരിപാടികളും നടത്തിയിട്ടുള്ളതാണ് അയാൾ. പല ക്രിമിനൽ കേസിലും അയാളും ഇപ്പോഴും പ്രതിയായിട്ടുള്ള നിങ്ങൾക്കാരെയും പിടിക്കാനും ഇനിയും പറ്റിയിട്ടില്ല. നീതി കിട്ടാതെ ഫ്രസ്ട്രേറ്റഡായി എങ്കിലും നീതി കിട്ടട്ടെ എന്ന് കരുതിയ ആൾക്ക് എതിരെ നടപടിയെടുക്കണമെങ്കിൽ എടുത്തോളൂ. എനിക്ക് ജയിലിൽ കിടക്കാൻ പേടിയില്ല. ഈ വാക്കും ഞാൻ മാറ്റി പറയില്ല. പരാതി പരിശോധിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാകും. സിസ്റ്റം മാറാൻ പറ്റില്ല. സിസ്റ്റം കാശുകാർക്ക് വേണ്ടിയുള്ളതാണെന്നും പലരും കമന്റ് ചെയ്ത് കണ്ടു. കുറേ പേർ മരിച്ചിട്ടും സമരം ചെയ്തിട്ടും നിരാഹാരം ഇരുന്നിട്ടും ഒക്കെ തന്നെയല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എനിക്ക് നീതി കിട്ടുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത്. എലിസബത്തിനെ താൻ വിവാഹം ചെയ്തിട്ടില്ലെന്നാണ് ബാല ആവർത്തിച്ച് പറയുന്നത്. മുൻ പാർട്ണർ എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുന്നത്.